വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിനർപ്പിക്കും ആരാധന. പൂജബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ പ്രാർത്ഥനയിലേക്കും അനുതാപത്തിലേക്കും പരിഹാര പ്രവൃത്തിയിലേക്കുമൊക്കെ നമ്മളെ ക്ഷണിച്ചുകൊണ്ടും ഈ വിഭൂതി ദിനത്തോടു കൂടിയാണ് ഈ നോമ്പുകാലം നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നു മുതൽ അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റ രീതികളിൽ, ദൈനംദിന ജീവിതത്തിൽ ഒക്കെ മറ്റ് ദിവസങ്ങളിൽ നിന്ന് ചില പ്രത്യേകതകൾ, ചില മാറ്റങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഇതാണ്: നമ്മൾ കൂടുതൽ ദൈവവിചാരത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, പരിത്യാഗ പ്രവൃത്തികളിലേക്കൊക്കെ തിരിഞ്ഞ് നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കണം. അതിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഇന്ന് ചാരം പൂശുകയും ഉപവസിക്കുകയുമൊക്കെ ചെയ്യുന്നു. ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹീതമായ വിധത്തിൽ ചെലവഴിക്കാൻ ആവശ്യമായ വലിയ ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും മധ്യസ്ഥത ഈ നോമ്പുകാലത്ത് നമുക്ക് തുണയാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹീതമായ വിധത്തിൽ ചെലവഴിക്കാൻ ആവശ്യമായ ഒരാത്മീയ അഭിഷേകം തരണമേ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായി ഞങ്ങളെ ദയാപൂർവ്വം തുറക്കാൻ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധികരിൽ ആര് വിശ്രമിക്കും? കർത്താവേ, അങ്ങയുടെ വഴികൾ അന്വേഷിക്കുവാനും തിരുവചനത്താൽ നയിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. അങ്ങയുടെ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. കറുകൂടാതെ വ്യാപരിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരെ കൈക്കൂലി വാങ്ങാത്തവനും പ്രകോപിപ്പിക്കുന്നവനെ വിഗണിക്കുന്നവനും കർത്താവിന്റെ ഭക്തരെ മാനിക്കുന്നവനും അയൽക്കാരനോടുള്ള പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇവ ചെയ്യുന്നവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും ഇളകുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. എന്തെന്നാൽ നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. നീയാണ് എൻ്റെ നാഥനെന്നും എൻ്റെ നന്മ നിന്നിൽ നിന്നാണെന്നും കർത്താവിനോട് ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള പരിശുദ്ധരും ശ്രേഷ്ഠരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്നും അന്യദേവന്മാരെ അനുഗമിക്കുന്നവരുടെ ദുരിതങ്ങൾ ഏറിക്കൊണ്ടിരിക്കും. അവർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല, അവരുടെ നാമം ഞാൻ ഉരുവിടുകയുമില്ല. എൻ്റെ അവകാശവും പാനപാത്രവുമായ കർത്താവേ, എൻ്റെ ഓഹരി നീ എനിക്ക് തിരിച്ചു തന്നു. നല്ല സ്ഥലത്താണ് എനിക്ക് അളവ് ചങ്ങല വീണത്, എന്റെ ഓഹരി എനിക്കിഷ്ടമായി. എനിക്ക് ഉപദേശം നൽകിയ കർത്താവിനെ ഞാൻ വാഴ്ത്തും. രാത്രിയാമങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ പഠിപ്പിച്ചു. കർത്താവിനെ ഞാൻ സദാ കൺമുമ്പിൽ ദർശിച്ചു. ഞാൻ ഇളകാതിരിക്കേണ്ടതിന് അവൻ എന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, ഉള്ളം ആഹ്ലാദിക്കുന്നു, ശരീരം ശാന്തതയിൽ വസിക്കുകയും ചെയ്യും. എന്തെന്നാൽ നീ എന്നെ പാതാളത്തിൽ ഉപേക്ഷിച്ചില്ല, നിന്റെ പരിശുദ്ധനെ ജീർണിക്കാൻ അനുവദിച്ചുമില്ല. ജീവന്റെ മാർഗം നീ എന്നെ കാണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. കർത്താവിന്റെ ഓഹരിയും പാനപാത്രവുമാകുന്നു. അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എൻ്റെ ഭാഗത്തെയും അവിടുത്തെ കരങ്ങളിലാകുന്നു. അവിടുന്ന് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിൻ്റെ പരിമളിൽ ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിലിഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ കാലായാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന യോനായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. അനുഗ്രഹിക്കട്ടെ. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത്
ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോടുച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നു കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലുമൂഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ
ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരായിരിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടാമൊന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ആശ്രയമരുളും കർത്താവിങ്കൽ ശരണമടയ്ക്കുക ജീവിതഭാഗ്യം. നാദനു സമനായാരുണ്ടോർത്താൻ മണ്ണിനും അതുപോൽ വിണ്ണിലുമേവം. ദൈവിക നന്മകൾ കീർത്തിച്ചിടാൻ നാവിനു തെല്ലും കഴിവില്ലല്ലോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമൊന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ 4 വായനകൾ വായിച്ചു കേട്ടു. അതിൽ യോനായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വായനയെ അടിസ്ഥാനമാക്കി ഞാൻ ആരംഭിക്കുകയാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വചനം അനുസരിച്ച് ഇസ്രായേലിൽ ഉള്ള ഒരു സ്ഥലമാണ് ഗത്ത് ഗഫർ. ഈ ഗത്ത് ഗഫർ എന്ന സ്ഥലം മംഗലവാർത്ത നടന്ന നസ്രത്തിൽ നിന്ന് 5 കിലോമീറ്ററും ഈശോ വെള്ളം വീഞ്ഞാക്കിയ കാനായിൽ നിന്ന് 1 കിലോമീറ്ററും ദൂരത്തിലാണ്. ഈ ഗത്ത് ഗഫർ എന്ന സ്ഥലത്താണ് യോന എന്ന മനുഷ്യൻ ജനിക്കുകയും വളരുകയും ചെയ്തത്. അവിടെ താമസിക്കുന്ന ഈ യോനയോടാണ് കർത്താവ് പറഞ്ഞത്, നീ നിനിവേയിൽ പോയി
അവിടെയുള്ള ജനങ്ങളോട് അനുതപിക്കാൻ ആവശ്യപ്പെടുക. ഈ നിനിവെ എന്ന സ്ഥലം പഴയ അസീറിയൻ സാമ്രാജ്യത്തിലെ ഒരു സ്ഥലമാണ്. ഇന്നത്തെ ഇറാഖ്, സിറിയ, ടർക്കി, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ അടങ്ങിയ ആ പ്രദേശമാണ് പഴയ അസീറിയൻ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിൽ ടൈഗ്രീസ് നദിക്ക് സമീപം ഇറാഖിൻ്റെ ഭാഗമായ ഇന്നത്തെ മൊസൂൾ എന്ന പട്ടണവും പരിസരങ്ങളും അടങ്ങിയ സ്ഥലമാണ് നിനിവെ എന്ന് പറയുന്നത്. ഈ നിനിവേയിൽ പോയി അനുതാപം പ്രസംഗിക്കാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. ഈ യോന താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അദ്ദേഹം നിനിവേയിൽ പോകാനായി യാത്ര പുറപ്പെട്ട് ഇസ്രായേലിലെ തന്നെ ജോപ്പ എന്ന തുറമുഖത്തെത്തി. അതിനു വേണ്ടി 104 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തു. ഈ ജോപ്പ എന്ന് പറയുന്നത് ഇന്നത്തെ ടെൽ അവീവ് എന്ന് പറയുന്ന പട്ടണമാണ്. അപ്പോൾ ഈ ടെൽ അവീവിൽ നിന്ന്, അഥവാ പഴയ ജോപ്പയിൽ നിന്ന് 1167 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ, അത് കരമാർഗം യാത്ര ചെയ്യണം. യാത്ര ചെയ്താൽ നിനിവെ എന്ന സ്ഥലത്ത് എത്താം. അസീറിയയിലെ ഒരു പ്രശസ്തമായ, അന്നത്തെ കാലത്തെ പ്രശസ്തമായ പട്ടണമാണ് ഈ നിനിവെ. അത് ഇസ്രായേലിൻ്റെ ഭാഗമല്ല. അവിടെയുള്ള ജനങ്ങൾ കർത്താവിനെ പറ്റി കേട്ടിട്ടില്ല, യഹോവയെപ്പറ്റി അവർക്ക് അറിയില്ല. അവിടെ പോയി അനുതാപത്തിൻ്റെ സുവിശേഷം പറയാനാണ് കർത്താവ് യോനയോട് ആവശ്യപ്പെട്ടത്. അത് ജോപ്പ വരെ എത്തിയപ്പോൾ യോനായ്ക്ക് തോന്നി അങ്ങോട്ട് പോകണ്ട. അതുകൊണ്ട് അദ്ദേഹം കിഴക്കോട്ട് പോകേണ്ടതിന് പകരം നേരെ വിപരീത ദിശയിൽ പടിഞ്ഞാറേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെയാണ് അദ്ദേഹം താർഷീസ് എന്ന പട്ടണത്തിലേക്ക് പോകുന്നത്. ഈ താർഷീസ് എന്ന പട്ടണം ഇന്നത്തെ സ്പെയിൻ എന്ന രാജ്യത്തെ ഒരു സ്ഥലമാണ്. അപ്പം 1167 കിലോമീറ്റർ കിഴക്കോട്ട് പോകേണ്ട മനുഷ്യൻ 4827 കിലോമീറ്റർ സമുദ്രത്തിലൂടെ പടിഞ്ഞാറേക്ക് യാത്ര ചെയ്തു. ദൈവം എങ്ങോട്ട് പോകാൻ പറഞ്ഞോ അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക്. ഇത് ആദം തുടങ്ങി വെച്ചൊരു പണിയാണ്. എങ്ങോട്ട് പോകാൻ പറയുന്നതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് പോവുക. അത് ആദം തുടങ്ങി വെച്ച, പിന്നെ അവ്വ തുടങ്ങി വെച്ചു. അന്ന് തുടങ്ങി എല്ലാ മനുഷ്യരും തുടങ്ങി കാണിക്കുന്ന പണിയാണ്. എങ്ങോട്ട് പോകാൻ പറയുന്നോ അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് പോവുക. അങ്ങനെ ചെന്ന് കുടുക്കി ചാടുക, പ്രശ്നത്തിൽ ചെന്ന് ചാടുക. അവിടെ ചാടിക്കിടക്കുമ്പോൾ പിന്നെ ദൈവത്തെ വിളിക്കുക, ദൈവം കരുണ തോന്നി രക്ഷിക്കുക. ഇത് അന്നേ തുടങ്ങിയ ഒരു പണിയാണ്. ഏതെങ്കിലുമാകട്ടെ, അങ്ങനെ ഈ താർഷീസിലേക്ക് പോകാൻ യോന കപ്പൽ കയറി. അദ്ദേഹം കപ്പലിൽ അപകടത്തിൽപ്പെട്ടു. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. ഏതായാലും ദൈവം അദ്ദേഹത്തെ നിനിവേയിൽ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം നിനിവേയുടെ നഗരത്തിലൂടെ നടന്ന് അനുതപിക്കണം, ഇല്ലെങ്കിൽ ഇന്നേക്ക് 40-ാം പൊക്കം ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട ജനങ്ങൾ നമ്മളിപ്പോൾ വായിച്ച് കേട്ടതുപോലെ ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു. നോക്കണം, കർത്താവിനെ കേട്ടിട്ടില്ലാത്ത ഒരു ജനം എവിടെ നിന്നോ വന്ന ഒരു യോനായിയുടെ പ്രസംഗം കേട്ട് അനുതപിച്ച് പാപത്തിന് പരിഹാരം ചോദിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ഉപവാസവും പ്രാർത്ഥനയും ആരംഭിക്കുക. ഈ വിവരം അവിടുത്തെ രാജാവ് അറിഞ്ഞു. ഈ രാജാവ് കർത്താവിനെ പറ്റി കേട്ടിട്ടില്ല. യോന പ്രസംഗിച്ചതും അദ്ദേഹം കേട്ടില്ല. പക്ഷേ നാട്ടിൽ നടന്നത് അദ്ദേഹം ആരിലൂടെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ രാജാവ് ഒരു വിളംബരം ചെയ്യുകയാണ്. മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ചാരം പൂശി തപസ്സിരുന്ന് ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ആ തെറ്റ് ഒരുപക്ഷെ ക്ഷമിക്കും നമ്മളോട്. യോന അവരോട് പറയുന്ന ഒരു വാചകം ഇതാണ്: ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും
പിന്തിരിയട്ടെ. അങ്ങനെ ആയാൽ ദൈവം മനസ്സ് മാറ്റി നമ്മളെ രക്ഷിക്കും. അപ്പം അങ്ങനെ രാജാവടക്കം ചാരത്തിലിരുന്ന് തപസ്സിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. ദൈവം ആ ശിക്ഷ പിൻവലിച്ചു. അവർ മാനസാന്തരപ്പെട്ടു എന്ന് കണ്ട്, അവർ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പശ്ചാത്താപമല്ല ഉണ്ടായത്, അവിടെ ഒരു മാനസാന്തരമുണ്ടായത്. ഈ പശ്ചാത്താപവും മാനസാന്തരവും തമ്മിൽ കുറേ അർത്ഥവ്യത്യാസമുണ്ട്. പശ്ചാത്താപം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഇന്ന കാര്യങ്ങൾ തെറ്റാം, അത് ഞാൻ സമ്മതിക്കുന്നു, അതെന്നോട് ക്ഷമിക്കണം. ഇതാണ് പശ്ചാത്താപം. നാളെ നീ ആ പ്രവൃത്തി ചെയ്യുമോ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ പശ്ചാത്താപത്തിൻ്റെ ഒരു ഉദാഹരണം. ഞാൻ അറിയുന്ന ഒരു മനുഷ്യനാണ്, നല്ല വിശ്വാസിയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും, എല്ലാ ഭക്താഭ്യാസങ്ങളും എല്ലാം ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കും, എല്ലാ ദിവസവും മദ്യപിക്കും. പക്ഷേ നോയമ്പ് ആരംഭിക്കുമ്പോൾ അദ്ദേഹം മദ്യപാനം നിർത്തും, എല്ലാ ദിവസവും പള്ളി വരാൻ തുടങ്ങും. അങ്ങനെ ദുഃഖ ശനിയാഴ്ച വരെ പോകും. ദുഃഖ ശനിയാഴ്ച രാവിലെ അദ്ദേഹം എവിടെയെങ്കിലും പോയി പന്നി ഇറച്ചി വാങ്ങിച്ചോണ്ട് വരും. മദ്യക്കടയിൽ പോയി മദ്യവും വാങ്ങി വെക്കും. എന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരം ഈ പന്നി ഇറച്ചി പറ്റിച്ച് ഒലത്തി, അങ്ങനെയൊക്കെ വാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പറ്റിച്ചുരത്തി അത് റെഡിയാക്കി വെച്ചിട്ട് മദ്യക്കുപ്പിയും റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് രാത്രി കുർബാനയ്ക്ക് വരും, പള്ളിയിൽ പോകും. അങ്ങനെ ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുക്കും. ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് വീട്ടിലെത്തി അപ്പം തന്നെ ഒലത്തി വെച്ചിരിക്കുന്ന പന്നിയിറച്ചിയും തിന്ന് ഈ മദ്യവും കഴിച്ചിട്ടാണ് അദ്ദേഹം പോയി കിടക്കുക. നേരം വെളുക്കുന്നിടം വരെ പോലും കാത്തിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. നോക്കണം, നോയമ്പകാലം മുഴുവൻ അദ്ദേഹം മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു, പള്ളിയിൽ വന്നു, കുർബാനയിൽ പങ്കെടുത്തു, കുർബാന എല്ലാം ചെയ്തു. പക്ഷേ ഈസ്റ്റർ ശനിയാഴ്ച ഇതെല്ലാം റെഡിയാക്കി വെച്ച് നേരം വെളുക്കുന്നിടം വരെ കാത്തിരിക്കാനുള്ള മനസ്സില്ല. ആ പള്ളി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ അതെടുത്ത് തിന്ന് കുടിച്ച് അദ്ദേഹം പോയി കിടക്കുക. ഞാൻ ആ വ്യക്തിയെ അവഹേളിക്കാനോ കുറ്റം പറയാനോ ഒന്നും പറഞ്ഞ ഉദാഹരണം അല്ലത്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി മാനസാന്തരമില്ലാത്ത അനുതാപമാണ്. ദൈവമേ, ഞാൻ ചെയ്ത ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാ, മാപ്പാക്കണമേ. അതിന് വേണ്ടി 40 ദിവസം ത്യാഗം ചെയ്തു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീണ്ടും തുടങ്ങി. അവിടെ മാനസാന്തരമില്ല, പക്ഷേ പശ്ചാത്താപം ഉണ്ട്. എന്നാൽ നിനിവേ നിവാസികളെപ്പറ്റി പറയുന്നത് അവർ പശ്ചാത്തപിക്കുക മാത്രമല്ല, അവർ മാനസാന്തരപ്പെട്ടു. ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ്? അവർ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞു. അതാണ് മാനസാന്തരം, ചേഞ്ച് ഓഫ് ഹാർട്ട്, മനപരിവർത്തനം. ഇന്നലെ വരെ പോയിരുന്നതിൽ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് മടങ്ങി വരിക. അങ്ങനെ ഒരു മാനസാന്തരത്തിലേക്ക് അവർ വന്നു എന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവരെ ശിക്ഷിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പം നമുക്കും ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പശ്ചാത്താപത്തിൽ നിൽക്കുക അല്ല, മാനസാന്തരത്തിലേക്ക് അല്പം കൂടി കടക്കുക എന്നതുള്ളതാണ് ആവശ്യം. നമ്മുടെ സാധാരണ നോയമ്പാചരണം എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാമല്ലോ. മിക്കവാറും ആളുകൾ മത്സ്യം ഉപേക്ഷിക്കും, മാംസം ഉപേക്ഷിക്കും, ചിലർ പാലും മുട്ടയും ഉപേക്ഷിക്കും. അങ്ങനെ ഒരു ത്യാഗം ചെയ്യും. ഇന്ന് സഭ അത് നിർബന്ധമായിട്ട് പറയുന്നില്ലെങ്കിൽ കൂടി ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. മിക്കവാറും പേര് എങ്ങനെയെങ്കിലും പള്ളിയിലെത്താൻ ശ്രമിക്കും, ദിവ്യബലിയിൽ പങ്കെടുത്താനും കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ ശ്രമിക്കും, കൂടുതൽ പരോപകാര പ്രവൃത്തിയൊക്കെ ചെയ്യും. ഇതെല്ലാം നല്ലത് തന്നെ, നല്ല മനസ്സോടെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിന്ന് നിങ്ങളോട് ഒരു ആശയം പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ഈ മത്സ്യ മാംസ ഉപേക്ഷിക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് വലിയൊരു ത്യാഗമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണവും പറയാം. മിക്കവാറും ദിവസവും മത്സ്യവും മാംസവും കഴിക്കുന്നവരാണ്, അല്ലെ ആഴ്ചയെ പല ദിവസം കഴിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും, അല്ലെ ഒത്തിരി പേര്.
ഒരു 10-40 ദിവസം ഇത് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്ര ചങ്ക് പൊട്ടുന്ന പണിയൊന്നുമല്ല. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം കാണും. അത് കഴിയുമ്പോൾ അതിനോടൊക്കെ അടങ്ങിച്ചേരും. പിന്നെ ഒരു 10-40 ദിവസം അങ്ങനെ പോകാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. അവിടെ ഒരു വലിയ മഹാത്യാഗമായിട്ട് പരിഗണിക്കാനും പറ്റില്ല. അത് നല്ലതാണ്, ആവശ്യമാണ്, വിലയുണ്ട്, അത് കുറച്ച് കാണിക്കല്ല. പക്ഷെ വലിയൊരു ത്യാഗം, മനപരിവർത്തനത്തിലേക്ക് ഒരു മാർഗം അത് ആകുന്നില്ല. കാരണം ദുഃഖ ശനിയാഴ്ച വീണ്ടും ഇത് തന്നെ നമ്മൾ ആരംഭിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് ഈ നോമ്പ് കാലത്ത് നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു 10-15 പ്രായോഗിക കാര്യങ്ങൾ പറയാൻ പോവുക. ഇതെല്ലാം എല്ലാവരും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ല ഉദ്ദേശിക്കുന്നില്ല. ഞാനീ പറയുന്ന 10-15 കാര്യങ്ങളിൽ 1-2 എണ്ണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിഞ്ഞാൽ അത് അല്പം മനപരിവർത്തനത്തിന്, അല്പം മാനസാന്തരത്തിന്, അല്പം കൂടി ലോകത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിന് കാരണമായി തീരും. അങ്ങനെയുള്ള ആ നിർദ്ദേശങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 1, പല ആളുകളും ചെയ്യുന്നത് നോമ്പ് കാലത്ത് മാംസം വേണ്ടെന്ന് വെക്കും. എന്നിട്ട് അതിനേക്കാൾ വില കൂടിയ മീൻ വാങ്ങിക്കഴിക്കും. അതിനകത്ത് എന്താ ത്യാഗമുള്ളത്? ഞാൻ വലിയ ത്യാഗം കാണുന്നില്ല. ത്യാഗം വേണമെങ്കിൽ ആ മത്സ്യം കൂടി അങ്ങോട്ട് ഉപേക്ഷിക്കണം. മത്സ്യവും വേണ്ട, മാംസവും വേണ്ട, അങ്ങനെ വെക്കുന്നവർ എന്നിട്ട് ഉപവസിക്കുകയോ ത്യാഗപ്രവൃത്തി ചെയ്യുകയൊക്കെ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഉപവസിച്ചിട്ടോ ഭക്ഷണം വല്ലപ്പോഴൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടോ മാംസങ്ങളോ മുട്ടയോ പാലോ ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടോ ഉണ്ടാകുന്ന അധിക പണം അത് നമ്മുടെ പോക്കറ്റിൽ തന്നെ വെക്കാതെ ഏതെങ്കിലും അർഹിക്കുന്ന, സാമ്പത്തികമായി വിഷമിക്കുന്ന ആർക്കെങ്കിലും നല്ല മനസ്സോടെ ഉപകാരത്തിന് കൊടുക്കുക. അപ്പോൾ ആ മാംസം വേണ്ടെന്ന് വെച്ചതിനകത്ത് ത്യാഗമുണ്ട്. നമ്മളത് വേണ്ടെന്ന് വെച്ച് ആ പൈസ വെച്ച് പിറ്റേ ദിവസം പോയി അത് വാങ്ങിക്കഴിക്കുന്നതിൽ വലിയ ത്യാഗമില്ല. അതുകൊണ്ട് മാംസം കഴിക്കാതിരിക്കാൻ വേണ്ടി അതിനേക്കാൾ വില കൊടുത്ത് മീൻ വാങ്ങാതിരിക്കുക. അങ്ങനെയാണ് അവിടെ ഒരു മനസ്സാന്തരമുണ്ട്. ഇത് വേണ്ടെന്ന് വെച്ച് കിട്ടുന്ന പണം ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അകത്തൊരു ത്യാഗമുണ്ട്, മനസ്സാന്തരമുണ്ട്. രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ്: മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരം ചെയ്യാനായിട്ട് ഈ നോമ്പ് കാലത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മൊത്തം ഒരു പോളിസി ചേഞ്ച്. ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറച്ചുകൂടെ സഹായിക്കാൻ ശ്രമിക്കും. അതൊരു നോമ്പുകാല നിയോഗമായിട്ടെടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം ഇതാണ്: നമ്മുടെ കോപം നിയന്ത്രിക്കാൻ ഒരു തീരുമാനം എടുക്കുക, അരിശം നിയന്ത്രിക്കാൻ. ഒരുപാട് വീടുകളിലെ ഇന്നത്തെ ഒരു മുഖ്യ പ്രശ്നമാണ് ഈ കോപം. ഒന്നെങ്കിൽ എല്ലാവരും പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കും. ബൈബിളിൽ പറയുന്നുണ്ട്, വീട്ടിൽ സിംഹത്തെ പോലെ ആകരുത്. സിംഹത്തിന് 2 പണിയേ അറിയത്തുള്ളൂ. ഒന്ന് ചുമ്മാ കിടന്ന് അലറുക, 2 ജീവനുള്ളതിനെ കടിച്ചു കയറി തിന്നുക, പിന്നെ സമയമുണ്ടെങ്കിൽ ഉറങ്ങുക. ഉറക്കം ഒരു പണിയല്ലല്ലോ. അപ്പോൾ പണി 2 ഉള്ളൂ: ഒന്ന് അമറുക, 2 കടിച്ചു കയറുക. നമ്മുടെ ചില വീടുകളിൽ ഇത്തരം സിംഹങ്ങളുണ്ട്. ചില വീട്ടിലെ ഭർത്താവാണ് സിംഹം, ചില വീട്ടിലെ ഭാര്യയാണ് സിംഹം, ചില വീട്ടിലെ സിംഹം അപ്പനാണ്, ചില വീട്ടിലെ സിംഹം അമ്മയാണ്, ചില വീട്ടിലെ സിംഹം മകനാണ്, ചില വീട്ടിലെ സിംഹം ഭാര്യയാണ്, ചില വീട്ടിലെ സിംഹം മരുമകളാണ്, ചില വീട്ടിലെ സിംഹം വല്യപ്പനാണ്, ചില വീട്ടിലെ സിംഹം വല്യമ്മയാണ്, ചില വീട്ടിൽ ഒന്നിൽ കൂടുതൽ സിംഹങ്ങളുണ്ട്. ഈ സിംഹങ്ങൾ അലറുക, കടിച്ചു കയറുക. അങ്ങനെ കുടുംബത്തിൽ സമാധാനമില്ല. ബൈബിൾ പറയുന്നുണ്ട്, കലഹിക്കുന്ന വീട്ടിലെ സമൃദ്ധമായ ഭക്ഷണത്തെക്കാൾ മെച്ചം സമാധാനമുള്ള വീട്ടിലെ കഞ്ഞി കുടിക്കുന്നതാണ്. അവിടെ ഈ നോയമ്പിൽ നമുക്കെടുക്കാവുന്ന ഒരു നല്ല നിശ്ചയം:
ഞാൻ എൻ്റെ കോപത്തെ നിയന്ത്രിക്കും. എൻ്റെ കോപത്തെ ഞാൻ കീഴടക്കും. എൻ്റെ വീട്ടിൽ സമാധാനമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ വീടിനെ സമാധാനത്തിനൊരു ഭവനമാക്കി മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. ഈ ഇറച്ചി ഉപേക്ഷിക്കുന്നേക്കാൾ വലിയ ത്യാഗമല്ലേ അത്? അത്തരമൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ദയവായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മറ്റൊരു നിർദ്ദേശം, ഈ സ്വാർത്ഥത കാണിക്കുന്ന സ്വഭാവ പെരുമാറ്റങ്ങൾ ഉപേക്ഷിക്കുക. സ്വാർത്ഥപരമായ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിക്കുക. അതിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്, മാനസാന്തരമുണ്ട്. മറ്റൊരു നിർദ്ദേശം, നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റൊരു നിർദ്ദേശം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ആത്മാർത്ഥതയോടെ സത്യസന്ധമായും സമയബന്ധിതമായും ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുക, അത് നടപ്പാക്കുക. അതിൻ്റെ പിന്നെ ത്യാഗവുമുണ്ട്, മാനസാന്തരവുമുണ്ട്. മറ്റൊന്ന്, വാഹനം ഓടിക്കുന്നവരോട് മാത്രം ഞാൻ പറയുന്ന അടുത്ത നിർദ്ദേശം, വാഹനം ഓടിക്കുന്നവരോട് ദയവായിട്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുക. അതിൻ്റെ പിന്നിൽ ഒരു ത്യാഗമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു മാനസാന്തരമുണ്ട്. ഈ ഇടിച്ച് കയറി വഴി ബ്ലോക്കാക്കി മറ്റുള്ളവരെ അപകടത്തിൽ ചാടിച്ച് വണ്ടി ഓടിച്ച് പോകുന്ന സ്വഭാവമുള്ളവർ ഒന്ന് ക്യൂ നിന്ന് ലൈൻ നിന്ന് ട്രാഫിക് നിയമം പാലിച്ച് ഒന്ന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ ശീലിക്കുക. അതിൻ്റെ പിന്നെ ത്യാഗമുണ്ട്, അതിൻ്റെ പിന്നെ മാനസാന്തരമുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യമാണ്. മറ്റൊരു നിർദ്ദേശം ഇതാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി സംരക്ഷിക്കുവാനും വളർത്തുവാനും ശ്രമിക്കുക. എന്നുവെച്ചാൽ അധികം തെറ്റിലേക്കും പാപത്തിലേക്കും പോകാതെ കുറച്ചുകൂടി ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്, മാനസാന്തരമുണ്ട്. മറ്റൊരു നിർദ്ദേശം ഇതാണ്, കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടത്തുക, അതിൻ്റെ അകത്ത് പങ്കെടുക്കുക. എല്ലാവർക്കും എല്ലാ ദിവസവും പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാനും പറയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. എങ്കിലും പങ്കെടുക്കാൻ ഒന്ന് ആഗ്രഹിക്കുക, ഒരു പരിശ്രമം നടത്തുക. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടുകളിൽ അതൊന്ന് ആരംഭിക്കുക. അതിൻ്റെ പിന്നെ ത്യാഗവുമുണ്ട്, മാനസാന്തരവുമുണ്ട്. മറ്റൊരു നിർദ്ദേശം ഇതാണ്, ദിവസം ബൈബിളിൽ നിന്ന് ഒരധ്യായം ഒന്ന് വായിക്കുക. ഉദാഹരണത്തിന് ഈ പ്രവാചകന്മാരുടെ പുസ്തകം, യെശയ്യാ പ്രവാചകനോ ജെറമിയ പ്രവാചകനോ ഒക്കെ എടുത്താൽ ഒരധ്യായം മുതൽ അടുത്ത ഈ നോയമ്പ് തീരുന്നവരെയെങ്കിലും തുടർന്നും ഒരധ്യായം വെച്ച് വായിക്കുക. ത്യാഗമുണ്ട്. ആ ദൈവവചനം തീർച്ചയായിട്ടും നമ്മളെ ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കും. മറ്റൊന്ന്, കുറച്ചുകൂടി സമയം ലോകത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. എൻ്റെ കാര്യത്തിനല്ല, എൻ്റെ വീടിൻ്റെ കാര്യത്തിനല്ല, എൻ്റെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിനുമല്ല, ലോകത്തിന് വേണ്ടി, സർവ്വ മനുഷ്യർക്കും വേണ്ടി, ദൈവം ലോകത്തോട് കരുണ കാണിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അതിനകത്ത് വലിയൊരു സമർപ്പണമുണ്ട്, ത്യാഗമുണ്ട്, സ്നേഹമുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. മറ്റൊന്ന്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. തീരെ വയ്യാത്തവരും രോഗികളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുക, പറ്റുന്നവരെ ഉദ്ദേശിച്ചാൽ ഒരു 5 മിനിറ്റ് കുടുംബ പ്രാർത്ഥനയിലാകാം, തനിച്ച് പ്രാർത്ഥിക്കുമ്പോഴാകാം, എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ സിസ്റ്റർ അൽഫോൻസമ്മയൊക്കെ നമ്മൾ വലിയ ആളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. സിസ്റ്റർ അൽഫോൻസമ്മ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മണലിൻ്റെ അകത്ത് മുട്ടുകുത്ത് നിന്നിട്ട് കാലിൻ്റെ പാദം പൊക്കിപ്പിടിക്കും, നിലത്ത് തൊടാതെ പൊക്കിപ്പിടിക്കും. കാൽപാദം ഈ വിരൽ നിലത്ത് മുട്ടാതെ കാൽപാദം പൊക്കിപ്പിടിച്ച് മുട്ടുകൂത്തി മണലെ മുട്ടുകൂത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളൊരു 2 മിനിറ്റ് ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കുക. ഒന്ന് മുട്ടുകൂത്ത് നിന്നിട്ട് കാൽപാദം നിലത്ത് മുട്ടാതെ ഒന്ന് പാദം ഒന്ന് പൊക്കിപ്പിടിച്ചൊന്ന് നിന്ന് നോക്കി. അതിൻ്റെ പിന്നിൽ എത്ര ത്യാഗമുണ്ട്, എത്ര വേദനയുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കാൽപാദം പൊക്കിപ്പിടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി നമുക്ക് ലോകത്തിനൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഒന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവസാനത്തത്,
ഈ നോമ്പ് കാലത്ത് നമ്മൾ ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുക്കുന്നതും മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കുന്നതുമായ എന്തെങ്കിലും ഒരു പരിത്യാഗ പ്രവൃത്തി ചെയ്തു തുടങ്ങാം. അതെന്നതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു പരിത്യാഗ പ്രവൃത്തി തിരഞ്ഞെടുക്കുക. അതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും, ഒരുപക്ഷെ വീട്ടിലുള്ളവർക്കായിരിക്കാം, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടവർക്കായിരിക്കാം, മറ്റാർക്കെങ്കിലും ആകാം. അപ്പോൾ ആർക്കെങ്കിലും ഗുണം കിട്ടുന്നതും എൻ്റെ ഭാഗത്തുനിന്ന് ത്യാഗം ആവശ്യപ്പെടുന്നതുമായ എന്തെങ്കിലും ഒരു പരിഹാര പ്രവൃത്തി മാത്രം തിരഞ്ഞെടുത്തിട്ട് അത് നോമ്പുകാലത്ത് എല്ലാ ദിവസവും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ നമ്മളൊന്ന് ഈ പറഞ്ഞ 10-15 കാര്യങ്ങളിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങളിൽ നമുക്കൊന്ന് ചെയ്യാൻ സാധിച്ചാൽ അതിനകത്തുകൂടെ അനുതാപമുണ്ടാകും, മാനസാന്തരമുണ്ടാകും, നമുക്കും മറ്റുള്ളവർക്കും നന്മയുണ്ടാകും, കൂടുതൽ സമാധാനമുണ്ടാകും. അങ്ങനെ ഈ കുറച്ച് നാൾ ഇറച്ചി കഴിക്കാതിരുന്ന് അതിനേക്കാൾ വില കൊടുത്ത് മീൻ കഴിച്ചിട്ട് ഞാൻ നോമ്പ് പാലിച്ചെന്ന് പറഞ്ഞിട്ട് ആ പദ്ധതി അങ്ങ് വിട്ട്, അല്ല ഇറച്ചിയും മീനും മുട്ടയും പാലും കഴിക്കുന്നില്ല, അതാണ് എൻ്റെ നോയമ്പെന്ന് പാത്രം പറഞ്ഞ് അവിടെ നിർത്താതെ ഒരു സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് പോവുക. ഒരു സ്റ്റെപ്പ്. ഈ നോമ്പ് കാലത്ത് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയും പറ്റില്ല എന്ന്. പക്ഷേ കോവിഡ് വന്നപ്പോൾ എത്രയും വലിയ ത്യാഗം ചെയ്യാൻ നമുക്ക് പറ്റിയല്ലോ. എത്രയും ത്യാഗം ചെയ്യാൻ പറ്റി, നിർബന്ധിച്ചിട്ടാണെങ്കിലും സാഹചര്യത്താലാണെങ്കിലും. ഇവിടെ നമ്മൾ പകരം സ്വയം 1-2 കാര്യങ്ങൾ ഞാനീ പറഞ്ഞതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒന്ന് പ്രാവർത്തികമാകാനായിട്ട് ശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചൊന്നിരിക്കാമോ? ആ കർത്താവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത നിനവേ നിവാസികൾ ഈ 14,000 ചിലവാന കിലോമീറ്റർ അകലെ നിന്ന് വന്ന, ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു യോനായിയുടെ പ്രസംഗം കേട്ട് അനുദപിക്കാനും ഉപവസിക്കാനും ചാരത്തിലിരിക്കാനും മനസ്സ് കാണിച്ചു. അത് കേട്ട രാജാവ് ജനങ്ങളെ മുഴുവൻ ഉപവാസത്തിലേക്ക് ആനയിച്ചു. അദ്ദേഹം തന്നെ ചാരത്തിലിരുന്നു. നമുക്ക് കർത്താവിനെ പറ്റി നമുക്കറിയാം, ദൈവവചനം നമുക്കറിയാം. അവിടെ നമുക്കിത് കുറച്ചുകൂടെ എളുപ്പമാകേണ്ടതാണ്. അപ്പം മനസ്സാന്തരം ഉണ്ടാകുന്നിടത്താണ് ദൈവാനുഗ്രഹം. പശ്ചാത്താപത്തിൽ നിൽക്കാതെ മാനസാന്തരത്തിൻ്റെ മേഖലയിലേക്ക് ഒരല്പം കൂടി നടന്നു നീങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനുള്ള ഒരു അഭിഷേകം, ഒരധിക അനുഗ്രഹം ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് ഒരുപക്ഷെ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഓരോ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഈ നോമ്പ് കാലത്ത് നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ ഈ നോയമ്പ് ഈസ്റ്ററിന് ഒരുങ്ങണമെന്ന് ഒന്ന് പ്രാർത്ഥനാപൂർവം ചർച്ച നടത്തി 1-2 തീരുമാനങ്ങൾ എടുത്ത് അതൊന്ന് നടപ്പാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അനുഗ്രഹീതമായ ഒരു ഈസ്റ്ററും ഒരു നോയമ്പാചരണവും നമുക്കുണ്ടാകും. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഭസ്മം ആശീർവദിക്കുകയും ഇവിടെ സന്നിഹിതരായവരുടെ നെറ്റിയിൽ അത് പൂശുകയും ചെയ്യുകയാണ്. പലർക്കും ഇന്ന് പള്ളിയിലെത്തി നെറ്റിയിൽ ഭസ്മം പൂശുവാൻ സാധിക്കില്ലെന്നറിയാം. ഒരാത്മന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. നീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരുതരും കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ
പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരു തരും. നിൻ തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകി ഞാൻ. നിൻ തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകി ഞാൻ. പാഴായി പോയൊരു ദിനമെല്ലാം ഓർത്തോർത്തുരുകി കരയാനായി താപത്തിൻ കണ്ണീരാരു തരും. താപത്തിൻ കണ്ണീരാരു തരും. വൈരിയെനിക്കെതിരായി വലകൾ വിരിച്ചവയിൽ വീണു കുഴങ്ങി ഞാൻ. വീണു കുഴങ്ങി ഞാൻ. വലകൾ തകർത്തൻ നാഥാ നീ രക്ഷയെനിക്കു കനിഞ്ഞരുളി. വലകൾ തകർത്തൻ നാഥാ നീ രക്ഷയെനിക്കു കനിഞ്ഞരുളി. പാവനമാം തവ കൽപ്പനകൾ ലംഘിച്ചേറ്റം ദുർബലനായി വീണ്ടും ഞാൻ വലയിൽ വീണല്ലോ. വീണ്ടും ഞാൻ വലയിൽ വീണല്ലോ. കണ്ണീരാരു തരും. പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരു തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കരുടവനായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രതാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ചു നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിൻ്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനിവേക്കാരെ ജീവൻ്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിൻ്റെ ബാഹ്യജനമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങ
കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നോനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും നീറി നിറം മാറി ചാമ്പലായി തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നോനം. ദേവപുത്രൻ വരുന്നോഴയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടിരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ റെമ്യൂജിയസ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റെമ്യൂജിയസ് മെത്രാപ്പൊലിത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. 40 രാവും 40 പകലും ഉപവസിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകിയ കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവരാജ്യം സ്ഥാപിക്കാനുമായി ഭൂമിയിലേക്ക് വന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശക്കുന്നവരുമായി അപ്പം പങ്കിടുന്നതും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുന്നതും ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസമെന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദുഷ്ടതയുടെ കെട്ടുകൾ അഴിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് പ്രവാചകൻ വഴി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപികൾ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ അവരെ നേർവഴിക്ക് തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പശ്ചാത്താപം പ്രകടിപ്പിച്ച കള്ളന് സ്നേഹപൂർവ്വം മാപ്പ് നൽകിയ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പശ്ചാത്താപിക്കുന്ന പാപിയെപ്പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവ വിനിയോഗിക്കുവാൻ ഞങ്ങളെ വരമേൽപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവരാജ്യവും അതിന്റെ നീതിയും ആദ്യം അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റുള്ളവയെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങളെ ഉപദേശിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹാരം ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിൻ്റെയും ഹൃദയപരിവർത്തനത്തിൻ്റെയും അനുരചനത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നീതിക്ക് വേണ്ട വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. പ്രാർത്ഥനയിലും ഉപവാസവും പരസ്നേഹ പ്രവൃത്തികളും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. മിശിഹാ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നവരേ, പാവനമാനസരേ, തിന്മയിൽ ആത്മശരീരങ്ങൾ പങ്കിലമാക്കും ജനനിരയിൽ ചേരുക വഴിയായി വിശ്വാസം നിങ്ങൾ കൈവിടിയാതെന്നും കാത്തിടുവിൻ. ഹൃദയം നിർമ്മലമായി. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണല്ലോ. മിശിഹാ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നവരേ, പാവനമാനസരേ, തിന്മയിൽ ആത്മശരീരങ്ങൾ പങ്കിലമാക്കും ജനനിരയിൽ ചേരുക വഴിയായി വിശ്വാസം നിങ്ങൾ കൈവെടിയാതെന്നും കാത്തിടുവിൻ. ഹൃദയം നിർമ്മലമായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമരത്തിൻ്റെയും നിരുമനായ മാറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ നൽഘോഷിക്കട്ടെ. വിജയം മരിച്ച നിരുമന്മാരുടെയും ഓടം ചൂട രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ആമേൻ. ശാലത്തിലെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷത്തിൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കരുണാതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനിതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. ഇതോടൊന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരിപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു, മന്നവനവനുടെ മഹിമകളാ, ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ, ഉന്നത വീതിയിലോശാന, ഓശാന.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മയാതനും അങ്ങയുടെ സ്വദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിഷ്ഠായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് ധനത്തിനെ ശൂന്യനാക്കി ദാസിന് രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷകരെ സ്മാരകമേർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവിന് ഞങ്ങളുടെ കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ ദർശനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവികാഴ്ചപ്പിനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സുമധരിക്കുകയും ബ്രതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ആവേശത്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മേലധ്യക്ഷന്റെ പിതാവുമായ റെമേജിസ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീരരഥങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ ദരിസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നിരുമന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണയുടെ വർണ്ണനവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ ഏളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിലേവരും ബലഹീനരും ക്ലേശിതരമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥന് രക്ഷകനായ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നുള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശ്വത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെ നാഥ, ശ്രേഷ്ഠ പുരോഹിതനായ അഹറോൻ വാഗ്ദാന പേടകത്തിലെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥന ധൂപം അങ്ങ് പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്തിൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ശുശ്രൂഷയെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലരുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രത്നങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയല്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്ന്
തുറക്കണമേ. തിരുസന്നിധിയെങ്കിൽ പാപികളേവരെയും മാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ. കരുണാമയനാം കർത്താവേ, നിൻ സവിധി വന്നനവരതം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നബദ്ധനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മുടെ രക്ഷകനായ മിശിഹ നമുക്കായി ആത്മീയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടി നമുക്ക് അവിടുത്തെ സമീപിക്കാം. അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മിൽ സംപ്രീതനാകട്ടെ. ഹല്ലേലൂയ പാടിക്കൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വരുവിൻ, പാപക്കറകൾ കഴുകിക്കളയുന്ന ഉപവാസവും പ്രായശ്ചിത്വവും വഴി ആത്മശക്തി പ്രാപിക്കാം. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടി അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ
അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്വത്വർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ജീവദായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിലും പരിഹാര മനോഭാവത്തിലും വളരുവാൻ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട് നിത്യജീവൻ അർഹരാകുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ഈ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനുമായ മിശിഹായെ, പശ്ചാത്താപത്തോടെ നിന്റെ പക്കലണഞ്ഞ് ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരുണ്യമെന്നും പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവിൻ്റെ ആശീർവാദത്തിന് നമുക്ക് തലകുനിക്കാം. നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെ വസ്തുവകളെയൊക്കെയും കർത്താവ് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം അനുഗ്രഹീതമായി ചെലവഴിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. മാനവരഖിലം ദൈവികമാം ജീവൻ നിത്യം പുൽകിടുവാൻ തനയന് മണ്ണിനു നൽകിയൊരാ ദൈവപിതാവിനെ വാഴ്ത്തിടാം. മാനവരംശം പൂർണ്ണതയിൽ നിത്യനവീകൃതമായിടുവാൻ അനുതാപത്തിൻ സന്ദേശം നൽകിയ താതനെ വാഴ്ത്തിടാം. ആമേൻ. വാനവരാജ്യം നേടിടുവാൻ ദൈവിക ഗീതം പാടിടുവാൻ പ്രാർത്ഥന പകരും വരദാനം നിങ്ങളിലെന്നും നിറയട്ടെ. ദൈവത്തിൻ്റെ ജനമേ, ഭൂവിൽ നിങ്ങൾ ചിരകാലം സൗഭാഗ്യത്താൽ നിറയട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.